നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ദന്തക്രമീകരണത്തിനുള്ള ആധുനിക ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഓർത്തോഡോണ്ടിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ മുകുന്ദൻ വി ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഓർത്തോഡോണ്ടിക് അഥവാ ദന്തക്രമീകരണം അത് പലർക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നില്ല. എന്താണ് ഈ ഒരു ഓർത്തോഡോണ്ടിക് അഥവാ ദന്തക്രമീകരണം എന്ന് പറയുന്നത്? ഓർത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർത്തോ എന്നുള്ള വാക്കുമായി ചേർന്ന് വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും കേൾക്കാറുണ്ട്. ഓർത്തോപീഡിക്സ് ഉണ്ട്, ഓർത്തോഡോണ്ടിക്സ് ഉണ്ട്. ഡോണ്ടിക്സ് എന്ന് വെച്ചാൽ പല്ലുമായി ബന്ധപ്പെട്ടത് എന്നുള്ള. അപ്പോൾ ഓർത്തോഡോണ്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിനെ സ്ട്രെയിറ്റ് ആക്കുക. സ്ട്രെയിറ്റ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിന് എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ, പല്ലിന് എന്തെങ്കിലും ഉന്തലോ പല്ല് നിരതെറ്റി നിൽക്കുകയോ അല്ല പല്ലുമായി ചേർന്നിട്ടുള്ള എല്ല് അസ്ഥികൾക്ക് എന്തെങ്കിലും വളർച്ച കൂടുതലോ കുറവോ ഉണ്ടാകുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള എല്ലിനും പല്ലിനെയും നിരപ്പാക്കിയെടുത്ത് അതിനെ ഭംഗി കൂട്ടി അതിൻ്റെ ചവയ്ക്കാനുള്ള ആ ഒരു ശേഷിയും കൂടി കൂട്ടുന്ന ആ ഒരു ചികിത്സാ രീതിയാണ് ഓർത്തോഡോണ്ടിക്സ്. ആക്ച്വലി ഈ ഒരു സ്പെഷ്യാലിറ്റിയുടെ മൊത്തം പേര് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നാണ്. പല്ലുകൾ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയും അതിന് രണ്ടിൻ്റെയും ചികിത്സയാണ്. ഡോക്ടർ, നമ്മുടെ ഈ മുഖത്തിനും അതുപോലെ തന്നെ പല്ലുകൾക്കൊക്കെ ഈ വൈകല്യം സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഈ ക്രമതെറ്റി പല്ലുകൾ ഉണ്ടാവുന്നത്, ഇതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഈ പല്ലുകളുടെ എല്ലുകളുടെയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിന് ഒരു രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങൾ. ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്ന ജനിതകമായിട്ടുള്ള ചില സവിശേഷതകൾ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ താടിയെല്ലിൻ്റെ വളർച്ച കൂടുതലാകാം, വളർച്ച കുറവാകാം, വലിയ പല്ലുകളുണ്ടാവാം, പല്ലുകൾ ചിലപ്പോൾ അസാധാരണമായി ചെറിയതാകാം, അപ്പോൾ പല്ലുകളുടെ ഇടയിൽ വിടവുകളുണ്ടാകാം, ഉന്തലുണ്ടാവാം, പല്ലിൻ്റെയും എല്ലിൻ്റെതായിട്ടുള്ള ഉന്തലുണ്ടാകാം, ചിലപ്പോൾ പല്ലുകളുടെ എണ്ണം കുറവുണ്ടാവാം. എണ്ണം കുറവുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 32 പല്ല് ഉണ്ടാവേണ്ട സ്ഥലത്ത് 28 പല്ലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുറവുള്ള പല്ലുകളുടെ അനുസരിച്ച് പല്ലുകളുടെ ഇടയിൽ സ്പേസുകൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ജനിതകമായിട്ടുള്ള ചില സവിശേഷതകൾ കൊണ്ട് ഈ പല്ലിൻ്റെ എല്ലിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതേപോലെ തന്നെ ഈ എൻവയൺമെൻറ്റൽ എന്ന് പറയുന്നൊരു കാരണം, അതായത് പല്ല് വളർന്നു വരുന്നതും പല്ലിൻ്റെ ചുറ്റുമുള്ള എല്ല് ഇങ്ങനെ വികസിച്ച് വരുന്നതിനും ഇടയിലുണ്ടാകുന്ന ചില പ്രഷറുകൾ, അതായത് ഫോർ എക്സാമ്പിൾ പല്ലുകളുടെ പുറത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് പുറത്തു നിന്നും ചുണ്ടുകളും കവിളും അകത്തേക്കും അകത്തു നിന്ന് നാക്ക് പുറത്തേക്കും പ്രഷർ ചെലുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബാഹ്യമായ പ്രഷറുകൾ പല്ലുകളുടെ പുറത്ത് വരാം. അതിൻ്റെ ഒരു ഉദാഹരണം വിരൽ കുടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികൾ. അപ്പോൾ ഈ അബ്നോർമലായിട്ടുള്ള പ്രഷറുകൾ പല്ലിൻ്റെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പല്ലിൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാവാം. അതേപോലെ ചിലപ്പോൾ പാൽപ്പല്ലുകൾ സമയത്ത് കൊഴിഞ്ഞു പോകാതെ നിൽക്കുക. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകാതെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തേക്ക് വരേണ്ട പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകൾ ചിലപ്പോൾ സ്ഥാനം മാറിപ്പോകാം, ചിലപ്പോൾ അത് വന്നില്ല എന്നിരിക്കും. അങ്ങനെ ഈ രണ്ട് കാറ്റഗറിയിലാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങളും പിന്നെ ഈ പ്രധാനമായിട്ടും ഈ പ്രഷർ ഹാബിറ്റ് അല്ലെങ്കിൽ അത് ആ ഒരു വായിലെ ഒരു പരിസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളും. ഡോക്ടർ, ഈ ഒരു ദന്തക്രമീകരണത്തിന് ചികിത്സ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതി അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? എപ്പോഴാണ്, ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു ചികിത്സ മുന്നോട്ട് പോവേണ്ടത്? ഈ ദന്തക്രമീകരണത്തിൻ്റെ ചികിത്സയുടെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചികിത്സ തേടി വരുന്ന ആൾക്കാർ പ്രധാനമായിട്ടും ഒരു 3 വിഭാഗത്തിലായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് എസ്തെറ്റിക് ഒരു കാരണം കൊണ്ട് വരുന്നത്. എസ്തെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ അവർക്ക് തോന്നുന്നു എൻ്റെ പല്ലിന് ഭംഗി കുറവുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളാകാം. ഉന്തിയ പല്ലുകളാകാം, നിരതെറ്റിയ പല്ലുകളാകാം. ഈ പല്ലുകളുടെ ഭംഗിക്കൊരു കുറവുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോഴത്തേക്ക് അവരുടെ ഒരു കോൺഫിഡൻസ്, അതായത് ഈ ലോകത്തിനെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ ഒരു കോൺഫിഡൻസ്, അതിനൊരു കോട്ടം സംഭവിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാൾ ഒന്ന് കൈവെക്കൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി കൈവെക്കില്ല. കാരണം ആ കുട്ടിയുടെ അപ്പിയറൻസിൽ അതിനൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പതുക്കെ അത് ചിലപ്പോൾ മാതാപിതാക്കളൊക്കെ അറിയിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ചികിത്സ തേടി വരുന്നു. അതല്ല, കുട്ടി അല്ലാത്ത ഒരാൾ, അവർക്ക് ചിലപ്പോൾ തോന്നുന്നു ഞാൻ ചിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ എൻ്റെ പല്ലിൽ കുറച്ച് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, അത് ചിലപ്പോൾ എൻ്റെ പല്ലിനൊരു ഭംഗിക്കുറവാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് പ്രധാനമായും ആൾക്കാർ ഈ ദന്തക്രമീകരണ ചികിത്സ, ഓർത്തോഡോണ്ടിക്
അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ സഹായം തേടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫങ്ഷണൽ, അതായത് ഈ പല്ലുകൾ ചവയ്ക്കാനുള്ളതാണ്. അപ്പോൾ ചില അവസരങ്ങളിൽ ഈ ചവയ്ക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഈ പല്ലുകളുടെ നിരതെറ്റൽ കൊണ്ട് അല്ലെങ്കിൽ പല്ലിൻ്റെ എന്തെങ്കിലും ഒരു ഘടനാ വ്യത്യാസം കൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കടിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം നന്നായിട്ട് അറിയാതെ വരും. ചിലപ്പോൾ കടിക്കുമ്പോഴത്തേക്ക് ചില കടിയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് കവിളിലും അല്ലെങ്കിൽ ചുണ്ടിലോ കടി കൂടുതൽ കിട്ടാം. പിന്നെ ചില ഒരു രസകരമായ ഒരു കംപ്ലയിൻറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ ഭക്ഷണം കടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെ പല്ലുകൊണ്ട് കടിക്കുമ്പോൾ മുറിയില്ല എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരും, ഫങ്ഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ പല്ലിൻ്റെ ചിലപ്പോൾ വളരെ മൈനറായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ കൂടി ആൾക്കാർക്ക് ഈ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരത്തിൽ ഒരു കോട്ടമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവും. അത് പൂർണ്ണമായും പല്ലിൻ്റെ പ്രശ്നത്തിൽ മാത്രമല്ല, അത് കുറച്ച് അതൊരു ഇമോഷണലായിട്ടുള്ള ഒരു ഭാഗം കൂടി അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ കളിയാക്കപ്പെടുന്നു, അങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലിൻ്റേതായിട്ടുള്ള എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി ഒക്കെ അവർ ഈ ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ സഹായം തേടാറുണ്ട്. അപ്പോൾ അത് ഒന്ന് മൊത്തം ചുരുക്കി സമറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും 3 കാരണങ്ങൾ. 1, കാഴ്ചയിൽ ഭംഗി കൂട്ടാൻ വേണ്ടി. 2, പല്ലിൻ്റെയും എല്ലിൻ്റെയുമായ പ്രവർത്തനത്തിൽ അതിന് കുറച്ചുകൂടി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. 3ാമത് എന്ന് പറയുന്നത് അവർക്ക് പല്ലിനെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള ഒരു ഭയങ്കരമായ വിടാതെ അവരുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം. അതാണ് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ ഓർത്തഡോണ്ടിക്സ് ചികിത്സ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ തേടി പേഷ്യൻസ് വരാറുള്ളത്. ഡോക്ടർ, ഈ ഒരു ദന്തക്രമീകരണത്തിന് ചികിത്സ അത് വളരെ ഒരുപാട് നൂതന ചികിത്സാ മാർഗ്ഗങ്ങൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൂതന ചികിത്സാ മാർഗ്ഗം എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ആധുനിക ചികിത്സ അതെങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ദന്തക്രമീകരണ ചികിത്സ എന്ന് പറയുന്നത്, ഈ ഓർത്തഡോണ്ടിക്സ് എന്ന് പറയുന്നത് ഡെൻ്റൽ വിഭാഗത്തിലെ ആദ്യത്തെ സ്പെഷ്യാലിറ്റിയാണ്. 1901 എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ് ഈ സ്പെഷ്യാലിറ്റി ഇൻ ഓർത്തഡോണ്ടിക്സ്. അപ്പോൾ ഏകദേശം 125 വർഷത്തോളം പഴക്കമുള്ളതാണ്. ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ നൂതന മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞു നിർത്തിയത് ഡോക്ടർ. അതെ. അപ്പോൾ ചികിത്സ തുടങ്ങിയ, അതായത് ഈ ഒരു സ്പെഷ്യാലിറ്റി തുടങ്ങിയ സമയത്ത് നമുക്ക് പല്ല് ഊരി മാറ്റുന്ന ടൈപ്പ് കമ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് റിമൂവബിൾ അപ്ലയൻസസ് എന്ന് പറയും. പിന്നീട് പല്ലുകളിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ബോണ്ട് ചെയ്തിട്ടുള്ള അപ്ലയൻസ്, അതിൻ്റെ പേര് ഫിക്സ്ഡ് അപ്ലയൻസ് എന്നുള്ളതാണ്. ആ ഫിക്സ്ഡ് അപ്ലയൻസിൽ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഫിക്സ്ഡ് അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന ലോഹം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അത് തിളങ്ങുന്നതാണ്. അത് നമുക്ക് കാഴ്ചയിൽ അത് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ കോൺസ്പിക്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടി, അതൊക്കെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പല്ലിൻ്റെ അതേ കളറിലുള്ള പിന്നെ ഫിക്സഡ് അപ്ലയൻസസ് വന്നു. അതിൻ്റെ പേര് സിറാമിക് അപ്ലയൻസസ് എന്നായിരുന്നു. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല. പിന്നെ പല്ലിൻ്റെ പുറവശത്ത് ഒട്ടിക്കുന്നതിന് പകരം പല്ലിൻ്റെ അകവശത്ത്, അതിൻ്റെ പേര് ലിംഗ്വൽ അപ്ലയൻസ് എന്നുള്ളതാണ്. അപ്പോൾ അത് പല്ലിൽ വായിൽ കമ്പി ഉള്ളതായിട്ട് അറിയത്തതേയില്ല. പിന്നെ മുമ്പോട്ട് പോകെ പുതിയ അതായത് ഇതിനോടൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ സാധനങ്ങൾ വന്നു. ഫോർ എക്സാമ്പിൾ, മോണയിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന വളരെ സൂചി പോലത്തെ സ്ക്രൂകൾ, അതിൻ്റെ പേര് മിനി സ്ക്രൂ ഇംപ്ലാൻസ് എന്നുള്ളതാണ്. അതിനെ ഡെൻറ്റിസ്റ്റുകൾ ടെമ്പററി ആങ്കറേജ് ഡിവൈസസ് ടാഡ് എന്ന് പറയും. അപ്പോൾ ഈ ടാഡുകൾ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഓപ്പറേഷൻ കൊണ്ട് മാത്രം ഭേദമാക്കാൻ പറ്റുന്ന ചില അസ്ഥിയുടേതായിട്ടുള്ള ചില വലിപ്പച്ചെറുപ്പ പ്രശ്നങ്ങൾക്ക് ഇന്ന് അത് ഓപ്പറേഷൻ ഇല്ലാതെ ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചോയ്സാണ്. അതേപോലെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുകൾ താടിയെല്ലിനെ 2 വശത്തേക്കും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് അത് പിന്നെ വളർച്ചയൊക്കെ പൂർത്തിയായ ആൾക്കാരിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിലറി സ്കെൽറ്റൽ എക്സ്പാൻഡർ MSC എന്ന് പറയുന്ന ഒരു നൂതന ചികിത്സാ രീതി ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഏറ്റവും ആൾക്കാർ ചോദിക്കുകയും അതിന് ഏറ്റവും സംസാര വിഷയമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അലൈനേഴ്സ്. അതായത് പല്ലിൽ കമ്പി ആയിട്ട് സാധനങ്ങളൊന്നും ഒട്ടിച്ചു വെക്കില്ല, പകരം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ട്രേ എന്നാണ് പറയുന്നത്. ഒരു സാധനം പല്ലിലേക്ക് ഇങ്ങനെ കയറ്റിയിടുന്നത്. തന്നെ ആ ട്രേകൾ ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലപ്പോൾ 30 ട്രേ വേണ്ടി വരും, ചിലപ്പോൾ 20 മതിയാവും, ചിലപ്പോൾ 50 ട്രേ വേണ്ടി വരും. അതിങ്ങനെ ആഴ്ച തോറും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് മാറിയിടേണ്ടി വരും. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് മാറ്റിവെക്കാം.
ബ്രഷ് ചെയ്യാൻ നേരത്ത് ആ കമ്പിയുടേതായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നന്നായി ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉള്ള ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നു, ഒരു കല്യാണത്തിന് പോകുന്നു, അപ്പം കമ്പിയുടേതായിട്ടുള്ള ഒരു കാഴ്ചയുടെ ഒരു അഭംഗി മാറ്റി നമുക്കത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അതിൽ പങ്കെടുക്കാം. അങ്ങനെ വളരെ വളരെ നൂതനമായിട്ടുള്ള പല പല ചികിത്സാ രീതികളും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഓർത്തഡോണ്ടിക്സ്. അതിൽ ഒരു വളരെ ആശാവഹമായ കാര്യം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മളുടെ പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതോടൊപ്പം തന്നെ ഇത് ഗവൺമെൻറ് സെക്ടറിലും വരികയും ഗവൺമെൻറ് സെക്ടറിലുള്ള ഡോക്ടർമാർ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് കോളേജുകളെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് അത് പാസ് ഓൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം. ഡോക്ടർ, നമുക്ക് മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ പല്ലിന് കമ്പിയിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ പല്ലിന് കമ്പിയിടുന്നത് കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടോ? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ഒ പിയിലിരിക്കുമ്പോഴത്തേക്ക് ഒരു 30 വയസ്സുള്ള 35 വയസ്സുള്ള ആൾക്കാർ ചികിത്സയ്ക്ക് വരുമ്പോൾ കാണുമ്പോഴത്തേക്ക് വളരെ ഇറഗുലറായിട്ടുള്ള പല്ലുകളാണ്. അവരുടെ കാഴ്ചയിൽ അവർക്ക് ഭയങ്കര ഭംഗിക്കുറവുണ്ട്, അവർക്കതിനെപ്പറ്റി ഭയങ്കരമായ ഒരു ബോധമുണ്ട്. പക്ഷേ അവർ സമയത്ത് ചികിത്സയ്ക്ക് വന്നിട്ടില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പേടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതെന്തോ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ചികിത്സയാണ് എന്നുള്ള ഒരു പൊതുബോധം അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കിടയിലെങ്കിലും ഉണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ തെറ്റായ ഒരു ധാരണയാണ്. ഇത് പൊതുവെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. പിന്നെ ഇതിന് കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടുകളുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക്. കുറച്ച് മെനക്കേടുകൾ, നമ്മളെ കുറച്ച് ചില കാര്യങ്ങൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതിന് വളരെ ചെറിയ വേദനയുണ്ട്, ഭയങ്കരമായ വേദനയൊന്നുമല്ല, അതും കൂടെ പറഞ്ഞോളട്ടെ, നമ്മൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വേദനയൊന്നുമല്ല. പക്ഷേ ലോ ഗ്രേഡ് പെയിൻ വളരെ പക്ഷേ അത് കുറച്ച് സമയമുണ്ടാകും. അപ്പം വളരെ മൃദുവായ വേദനയാണെങ്കിൽ കൂടി കുറച്ച് നേരം ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കതൊരു മെനക്കേടാണ്. പക്ഷേ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ പേഷ്യൻസിനോട് പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ പറയാറുണ്ട്. നമ്മൾ പറയും, കമ്പി ഇട്ട് കൊടുക്കുമ്പോൾ പറയാം ആദ്യത്തെ ഒരു 2-3 ദിവസം കുറച്ച് ചെറിയ രീതിയിലുള്ള വേദന ഉണ്ടാകും, അപ്പോൾ അതിന് ഈ മരുന്ന് കഴിച്ചാൽ മതി. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പാരസെറ്റമോളാണ്. വളരെ നമ്മളുടെ ബോഡി വളരെ എളുപ്പത്തിൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ആ പെയിൻ എന്ന് പറയുന്നത് അതും വളരെ ലോ ഗ്രേഡ് ആയിട്ടുള്ള പെയിൻ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്ലയൻസസ് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അത് ബ്രഷ് ചെയ്ത് രാധയാണ് തിരുവനന്തപുരത്ത് നിന്നും. രാധ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഹലോ രാധ, കേൾക്കാം. രാധ പറഞ്ഞോളൂ. ഹലോ രാധ. എൻ്റെ ഒരു പല്ല്, 2 പല്ലിന് ആദ്യം റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. റൂട്ട് കനാലിൽ ക്യാപ്പ് ഇട്ടു. അപ്പം ഒന്നിനും കുഴപ്പമില്ല. രണ്ടാമത്തെ പല്ല് വേറെ ക്യാപ്പ് ഇട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് ഇളകിപ്പോയി, വേദനയൊക്കെ ഉണ്ടല്ലോ ചവയ്ക്കുമ്പോൾ. പിന്നെ ക്യാപ്പ് അതിനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ അതിനങ്ങ് മാറ്റി ഇട്ട് അതിന് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും മാറ്റി. അത് വീണ്ടും അത് വേദനയുണ്ട്. അതെന്താണ് കാരണം? ഈ ചോദ്യത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പല്ലുകൾക്ക് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പല്ലിന് കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നു, മറ്റൊരു പല്ലിന് ആ ക്യാപ്പ് ഒരു തവണ ഇളകിപ്പോയി. അത് പിന്നെ വെച്ചപ്പോഴത്തേക്ക് പിന്നെയും അതിനെന്തോ കുഴപ്പമുണ്ട്, ആ പല്ലിന് ചെറിയ രീതിയിലുള്ള വേദനയുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്തതാണല്ലോ, അപ്പോൾ അത് ആ ഒരു പല്ലിന് റൂട്ട് കനാൽ ചെയ്ത ഒരു പല്ലിന് സാധാരണഗതിയിൽ അങ്ങനെ വേദന ഉണ്ടാവാൻ പാടില്ല. കാരണം പല്ലിൻ്റെ അകത്തുള്ള ഞരമ്പുകൾ എല്ലാം അതായത് അത് ഡെഡായിട്ടിരുന്ന അത് നശിച്ചു പോയ ഞരമ്പുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അവിടെ ഒരു ഇണർട്ടായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട്, അതായത് നമ്മുടെ ബോഡി വളരെ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ച് അത് അടച്ച് അതിൻ്റെ ആ ഒരു രോഗാവസ്ഥ മാറ്റിയെടുത്തതാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേദന ഉണ്ടാവേണ്ടതല്ല. പക്ഷേ എന്നാലും വളരെ അപൂർവമായിട്ടാണെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഇതേപോലത്തെ ചികിത്സയിൽ അതായത് ആ ചികിത്സയുടെ റിസൾട്ട് വളരെ അപൂർവമായിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വരാറില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകളിനോട് ചേർന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ചിലപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ
ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒന്നും കൂടെ എക്സ്റേ എടുത്ത് പരിശോധിക്കേണ്ടി വരും. അതിന് ഇൻഫെക്ഷൻ വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചികിത്സ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. അത് ഞാൻ പറയുന്നത് കഴിവതും പെട്ടെന്ന് തന്നെ, കാരണം അതിന് വേദനയുണ്ട്, അതിനൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടുക തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് പല്ലിന് കമ്പി ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നതിനെ കുറിച്ചാണ്. ഡോക്ടർക്ക് തുടരാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ വേദനയുടെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ പ്രതലത്തിൽ ഒരു സാധനം വെളിയിലേക്ക് മുഴച്ചിരിക്കുന്നത് കൊണ്ടും അവിടെ ഒരു പിന്നെ ഇടത്തു നിന്ന് വലത്തേക്ക് അല്ലെങ്കിൽ വലത്തു നിന്ന് ഇടത്തേക്ക് ഒരു കമ്പി ഇങ്ങനെ റൺ ചെയ്യുന്നത് കൊണ്ടും അവിടെ അഴുക്ക്, അതായത് ഭക്ഷണം കഴിച്ച ശേഷം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഴുക്കാണല്ലോ, അപ്പോൾ അത് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു മിനുസമായിട്ടുള്ള പല്ലിൻ്റെ പ്രതലത്തിൽ അങ്ങനെ ഈ ഭക്ഷണശകലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ പല്ലിൽ കമ്പിയിട്ടവർക്ക് ഇതേപോലെ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ബ്രഷ് ചെയ്ത് ക്ലീനാക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് കൊച്ചുകുട്ടികളാണ് സാധാരണ കമ്പി ഇടാൻ വേണ്ടി വരുന്നതിൽ ഒരു മെജോറിറ്റി സെക്ഷൻ. അപ്പോൾ അവർ ഈ ഒരു കാര്യത്തിൽ അത്ര ഒരു ഉത്സുകരല്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പല്ലിൻ്റെ വൃത്തിയിൽ അതിലൊരു കോട്ടം ഉണ്ടാകുന്നത്. ഇത് യൂഷ്വലി അത് മുതിർന്നവരിലൊരു വലിയ പ്രശ്നമല്ല. പക്ഷേ എന്നാലും പല്ലിൻ്റെ വൃത്തിയിൽ ഒരു പോരായ്മ വരുമ്പോഴത്തേക്ക് അത് മോണയിൽ അത് പ്രതിഫലിക്കും. മോണയിൽ ആദ്യം പ്രതിഫലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചിവൈറ്റിസ്, അതായത് മോണയുടെ ചെറിയ വീക്കം ആദ്യം ഉണ്ടാവും. അത് സാധാരണ മാസത്തിലൊരിക്കൽ വെച്ച് ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ റിവ്യൂ, അതായത് നമ്മൾ പൊതുജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നത് കമ്പി മുറുക്കാൻ പോകുമ്പോൾ സ്പെഷ്യലിസ്റ്റിനെ വീണ്ടും കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടിയോടോ കുട്ടിയുടെ മാതാപിതാക്കളോടോ ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്യണം, അതിൻ്റെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്കെയിലിംഗ് എന്ന് പറയും, അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതായത് ആരാണോ ചികിത്സയിലൂടെ കടന്നു പോകുന്നത് അവരതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നന്നായി ബ്രഷ് ചെയ്യുക എന്നും അതിൻ്റെ ഒരു മേൽനോട്ടം അത് മാതാപിതാക്കളും അവരുടെ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഓർത്തഡോണ്ടിസ്റ്റും അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലിൻ്റെ ഇനാമലിന് ഈ അഴുക്ക് ഇങ്ങനെ ചേർന്നിരിക്കുകയാണെന്ന് ഇനാമലിന് ചെറിയ വെള്ളപ്പാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതിന് ഇനാമൽ ഡീമിനറലൈസേഷൻ എന്ന് പറയും. അത് എഗെയിൻ പല്ല് നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റാത്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ചെറിയൊരു ശുഷ്കാന്തി കുറവ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനും പല്ല് നന്നായി വൃത്തിയാക്കി വെക്കുക, മൗത്ത് വാഷുകൾ ഉപയോഗിക്കുക, അതേപോലെ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുക, ഫ്ലൂറൈഡ് ഉള്ള ചില ഡെൻറ്റിസ്റ്റിന് തന്നെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, അത് വെക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും ഒരു കമ്പിയുടെ ഒരു ഭാഗം ലൂസായി വരികയോ അല്ലെങ്കിൽ കമ്പിയുടെ ഒരു കഷ്ണം ഏതെങ്കിലും ഒരു വശത്ത് ഇങ്ങനെ നീണ്ടു വരികയോ, പല്ലിൽ നീങ്ങുന്നതനുസരിച്ച് കമ്പിയുടെ സ്ഥാനത്തിന് ചെറിയ മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ കമ്പിയുടെ അറ്റം നീണ്ടു വരികയാണെങ്കിൽ ചിലപ്പോൾ അത് കവിളിൽ ചെറുതായിട്ട് കുത്തിക്കൊണ്ട് അതിന് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്താണ് പറയുന്നത്, മെനക്കേടുകൾ മാത്രമാണ്, അല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ദന്തക്രമീകരണ ചികിത്സ എന്ന് പറഞ്ഞാൽ പൊതുവെ പ്ലസൻ്റ് ആയിട്ടുള്ളതാണ്. അതിന് പിന്നെ ഭയങ്കരമായ വേദനയോ സംഭവങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെന്തെങ്കിലും കാരണങ്ങളായിരിക്കണം. ഈ കമ്പി ഇടുന്ന ചികിത്സയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി വെടിഞ്ഞ് ഇത് ആവശ്യമുള്ള ആൾക്കാർ ഈ ചികിത്സ തേടി വരണം. അതിന് പിന്നെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപാട് സേവനങ്ങൾ അതിന് നമുക്ക് ലഭ്യമാണ് ഈ സമയത്ത് കേരളത്തിൽ. ആരോഗ്യരംഗത്തിൽ കേരളം മറ്റേത് ഒരു സംസ്ഥാനത്തിനെക്കാട്ടിലും ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിന് ആവശ്യമുള്ളവർ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇതിൽ പറയാനുള്ളത്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും നീലിമയാണ്. നീലിമ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. എന്റെ മോന് ഹലോ നീലിമ, മോന് 5 മാസം പ്രായമുണ്ട്. അപ്പോൾ വിരള് കുടിക്കുന്ന ശീലമുണ്ട്. എത്ര നിർത്താൻ നമ്മൾ നോക്കിയിട്ടും നിർത്തുന്നില്ല. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് പല്ല് വരുമ്പത്തേക്കും തള്ളും, മോണയോടുകൂടി തള്ളി വരും എന്ന് പറയുന്നു. അപ്പൊ ശീലം നമ്മൾ ഇപ്പോഴേ നിർത്തണം എന്നുള്ളതൊരു അത് നിർബന്ധമാണോ, അതോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിരുന്നു. മോന് എത്ര വയസ്സ് ഉണ്ടെന്നാണ് നീലിമ പറഞ്ഞത്? 5 മാസം പ്രായമേ ഉള്ളൂ.
5 മാസം. ഓക്കെ. അപ്പോൾ ഈ ഒരു വിരൽ കുടിക്കുന്ന ആ ഒരു ശീലത്തിനെ പറ്റി ഞാൻ നേരത്തെ ഒന്ന് പരാമർശിച്ചിരുന്നു. അതായത് ഈ പല്ലിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാഹ്യമായിട്ടുള്ള ചില പ്രഷറുകൾ പല്ലിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 4 മാസം 5 മാസം പ്രായമുള്ള ഒരു കുട്ടി വിരൽ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവ്വസാധാരണമായ കാര്യമാണ്. അതിനെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ അത് ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു പ്രായത്തിൽ നോർമലാണ്. പക്ഷേ എന്നാൽ പല്ലുകൾ വന്ന സമയത്ത്, അതായത് കുട്ടിയുടെ പല്ലുകൾ വന്നു തുടങ്ങുന്നത് എന്ന് പറയുന്ന 6 മാസം ആകുമ്പോഴത്തേക്ക് വന്നു തുടങ്ങും. അപ്പോൾ 6 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് പല്ല് വന്നു തുടങ്ങുന്ന സമയത്തും ഈ ഒരു സ്വഭാവം അതും ഒരുപാട് നേരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും ഒരു പ്രതിവിധികൾ കാണേണ്ടതാണ്. കാരണം ആ ഒരു സമയത്ത് പല്ലുകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പല്ല് പൊങ്ങി വരുന്ന ആ ഒരു പാത്തിലാണ് ഈ വിരലിരിക്കുന്നത്. അതേപോലെ തന്നെ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും തുടർന്ന് പല്ലുകൾ വരുന്ന ആ പൊസിഷനുകളെ ഈ വിരൽ കുടിക്കുന്ന സ്വഭാവം അത് നോർമലിൽ നിന്നും മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ചില അവസരങ്ങളിൽ നമുക്ക്, അതായത് ഈ വളരെ യങ്ങായിട്ടുള്ള ഒരു കുട്ടിക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഈ വിരൽ കുടിക്കുന്ന സ്വഭാവം മാറ്റാൻ വേണ്ടിയുള്ള അതിൻ്റെ എന്തെങ്കിലും ഒരു ചികിത്സ തരാം. അപ്പോൾ അത് കൊച്ചുകുട്ടിയാകുമ്പോഴത്തേക്ക് അതിന് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള പീഡോഡോണ്ടിസ്റ്റിനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ പീഡോഡോണ്ടിസ്റ്റ് ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം അതിന് ഈ വിരൽ കുടിക്കുന്ന സ്വഭാവത്തിനെ നമ്മൾ വിരൽ കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് മാത്രമല്ല, അതിൽ കുട്ടിയുടെ മാനസിക നിലയും കൂടി ഒന്ന് അസസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് കുട്ടി എന്തെങ്കിലും പേടിയോടെയാണോ ജീവിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുറച്ച് അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികൾ എപ്പോഴും ഈ വിരൽ കുടിക്കുന്ന സ്വഭാവം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ ചില സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ചികിത്സകൾ, അതായത് കുറച്ച് കൗൺസിലിംഗ് ആയിരിക്കും വേണ്ടത്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള കൊച്ചുകുട്ടിയാവുമ്പോഴത്തേക്ക് വലിയ ചികിത്സകൾ അവർക്ക് അങ്ങനെ എന്താണ് പറയുന്നത് താങ്ങില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കോപ്പറേഷൻ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആരോ എന്തോ ഒരു സാധനം അവരുടെ വായിൽ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവരുടെ ആ ട്രീറ്റ്മെൻറ്റിനെ ഓൺ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഈ വിരൽ കുടിക്കുന്ന സ്വഭാവം നിർത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ കമ്പി ആയിരിക്കാം, ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ വിരലുകളിൽ ഈ കയ്പുള്ള എന്തെങ്കിലും സാധനം തേച്ച് വെക്കുക. അപ്പോൾ വിരൽ കുടിക്കുമ്പോഴത്തേക്ക് അത് അറിയാതെ അതെടുക്കും. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വിരലിൽ എന്തെങ്കിലും കയ്യുറകൾ പോലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് ചികിത്സകൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം കുട്ടികളിൽ വിരൽ കുടിക്കുന്ന സ്വഭാവം സർവ്വസാധാരണമാണ്. അത് കൊച്ചുകുട്ടികളിൽ നന്നായിട്ടുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ മാതാപിതാക്കൾ ഇത് നോർമലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അത് ഒരു പല്ലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല്ലുകൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സമയത്ത് അതത്ര നോർമലല്ല. എന്നാൽ വളരെ മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് അത് അബ്നോർമലും അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അബ്നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അതിന് ചികിത്സ തേടുകയും വേണം. അതാണ് പറയാനുള്ളത്. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ കമ്പി ഇടുമ്പോൾ പല്ലെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇപ്പോൾ പല്ലെടുത്ത് കമ്പി ഇടുക എന്നുള്ളത് ഒരു വളരെ സയൻറ്റിഫിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ഒരു ചികിത്സയാണ്. അപ്പോൾ ഈ പല്ലെടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചികിത്സ തേടി വന്നിരിക്കുന്ന ആൾ ഈ ചികിത്സയിൽ നിന്ന് എന്താണ് കാക്ഷിക്കുന്നത് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചികിത്സ കൊടുക്കുന്ന ഓർത്തഡോണ്ടിസ്റ്റ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളാണ് കണ്ടുപിടിച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചികിത്സ തേടി വരുന്ന ആൾ എൻ്റെ പല്ല് ഒരുപാട് ഉന്തിയിരിക്കുന്നു, എൻ്റെ പല്ലുകൾ ഒരുപാട് നിരതെറ്റിയിരിക്കുന്നു എന്ന് തുടങ്ങിയ പരാതികളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് പല്ലുകളെ കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചികിത്സയായിരിക്കണം. അപ്പോൾ ഉള്ളിലേക്ക് പല്ലുകളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പുകളുണ്ടെങ്കിൽ, സ്പേസസ് ഉണ്ടെങ്കിൽ അത് പല്ലെടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും സ്പേസ് കണ്ടെത്തണം. അപ്പോൾ സ്പേസ് കണ്ടെത്താൻ വേണ്ടി പല്ലുകളുടെ സ്പേസിലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് പല്ലുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ വികസിപ്പിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് സ്പേസ് മാത്രമേ കിട്ടൂ. കുറച്ച് നന്നായി പല്ലുകളുടെ തള്ളൽ കുറയ്ക്കണം, ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല്ലുകൾ എടുത്ത് മാത്രമേ നമുക്ക് ആ ഒരു ചികിത്സ
നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പല്ല് എടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ ചെറിയ പല്ലുകളുടെ സൈഡിലുള്ള, അത് നമ്മളുടെ പിന്നെ വലിയ അണപ്പല്ലുകളല്ല, ചെറിയ അണപ്പല്ലുകൾ, നമ്മൾ ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി ഏറ്റവും കുറവ് മാത്രം ഉപയോഗിക്കുന്ന പ്രീമൊളാർ എന്ന് പറയുന്ന പല്ലുകളാണ് എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രീമൊളാർ എടുത്ത് ചികിത്സ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ചികിത്സയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്ക് പ്രയോജനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചികിത്സ കഴിയുമ്പോൾ പല്ലുകൾ എടുത്തതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു അടയാളവും അവിടെ അവശേഷിക്കുന്നതല്ല. ആ ഗ്യാപ്പുകൾ മൊത്തമായി അടയുന്നതാണ്, പല്ലുകൾ നല്ല നിരപ്പോടെ നിൽക്കുന്നതാണ്, പല്ലുകൾ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണ്, പല്ലുകളുടെ ചിരിയിലും കാഴ്ചയിലുമുള്ള ഭംഗി നന്നായി കൂടുന്നതാണ്. അപ്പോൾ പല്ലെടുത്ത് ചികിത്സ ചെയ്യുക എന്ന് പറഞ്ഞത് അത് പേടിക്കേണ്ട ഒരു കാര്യമല്ല, അത് പലപ്പോഴും ആവശ്യമാണ്. അപ്പം നമ്മൾ പല്ലെടുക്കാതെ ചികിത്സ ചെയ്യാൻ പറ്റും. പക്ഷേ പല്ലെടുക്കാതെ ചികിത്സ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ആ ഒരു തള്ളൽ എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ അത് ബാക്കിയുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വരുന്ന ആൾക്ക്, ചികിത്സ തേടി വരുന്ന ആൾക്ക് എന്താണ് ആഗ്രഹം? അയാൾ ചിലപ്പോൾ പല്ലൊന്ന് നേരെയാക്കി തന്നാൽ മതി, എനിക്ക് പല്ലൊരല്പം ഉന്തിയിരുന്നാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പല്ലെടുക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷേ പല്ല് നിരപ്പാകുകയും ചെയ്യണം, പല്ല് കുറച്ച് അകത്തേക്ക് പല്ലിൻ്റെ ഉന്തൽ കുറയുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലെടുത്തേ ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, സൗത്ത് ഇന്ത്യയിൽ, അതായത് നമ്മൾ കേരളം, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ പല്ലിൻ്റെ ഉന്തൽ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഇവിടെ നമുക്ക് കൂടുതൽ പല്ലിൻ്റെ ഉന്തൽ ചികിത്സയും പല്ലെടുത്തിട്ടേ ചെയ്യാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് പല്ല് എടുക്കേണ്ടി വരുന്നു എന്ന് ഒരു ഓർത്തഡോണ്ടിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സയുടെ ആധാരം മാത്രമാണ് എന്ന് വിചാരിച്ച് ആ ഒരു ചികിത്സ നമ്മളത് പിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ്, നമുക്കതാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ദന്തക്രമീകരണത്തിനുള്ള ആധുനിക ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് ആലപ്പുഴ ഗവൺമെൻറ് ഡെന്റൽ കോളേജിലെ ഓർത്തോഡോണ്ടിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മുകുന്ദൻ വി ആണ്. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.